ഹലോ മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ പഠിത്തം ഇപ്പോൾ നമുക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് തോന്നുമല്ലേ, ഞാനിപ്പോൾ കുഞ്ഞ് ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും എന്നോട് ഇങ്ങനെ പഠിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഒരു കാരണവും ഇല്ലാതെ ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും എപ്പോഴും എല്ലാവരും പഠിക്കണമെന്ന് പറയില്ല അല്ലേ. അപ്പോൾ അതിന് എന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു 8ാം ക്ലാസ് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അത് മാത്രമല്ല, പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം അല്ലെ, പഠിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും, പക്ഷെ മടിയായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിൻ്റെ ആ ഒരു കുഞ്ഞ് സീക്രട്ടാണ് മിസ് പറയുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ്. എൻ്റെ മക്കളൊരു 2-3 മിനിറ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും എപ്പോഴും പഠിക്കണം എന്ന് പറയുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ തോന്നുകയാണ് അല്ലേ, നിങ്ങൾക്കിപ്പോൾ റംബൂട്ടാൻ കഴിക്കാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കാൻ തോന്നുകയാണ് അല്ലെ. ഒരു ദിവസം നമുക്ക് കടയിൽ പോയി കിട്ടും, പക്ഷേ നമ്മൾ തന്നെ നട്ട് നനച്ചുണ്ടാക്കുന്ന ചെടിയിൽ നിന്ന് ആ ഒരു ഫ്രൂട്ട് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലേ, അതിൻ്റെ ആ ഒരു മധുരം എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് ഇന്ന് ആ ഒരു ഫ്രൂട്ട് കിട്ടണം എന്ന് കരുതി ഞാൻ ഇന്ന് തന്നെ പോയി ചെടി നട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ പഴം പറിച്ചെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഴം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അതിന് എന്ത് വേണം? നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ അതിനെ പ്ലാൻ ചെയ്യണം അല്ലെ. നമ്മൾ അതിന് ഒരു സ്ഥലം കണ്ടുപിടിക്കണം, ഒരു ചെടി കൊണ്ട് നടണം, എന്നിട്ട് അതിന് നല്ലപോലെ വളമൊക്കെ ഇട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞാലാണ് ഇത്ര മാസങ്ങൾ, ചിലത് മാസങ്ങൾ കൊണ്ട് കിട്ടും, ചിലതൊരു വർഷമൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക അല്ലേ. അപ്പോൾ അതേപോലെയാണ് നിങ്ങളുടെ ഈ ഒരു 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുഞ്ഞ് ക്ലാസ്സിലെ നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, 10ാം ക്ലാസ്സിൽ ഫുൾ A+, 10ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാം ആണ് അല്ലേ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്കും നേടിയെടുക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നാൽ പിന്നെ 10ലല്ലേ, ഞാനിപ്പോൾ 8ലല്ലേ എത്തിയിട്ടുള്ളൂ, ഞാൻ എന്തിനാണ് ഇപ്പോഴേ പഠിക്കണേന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിയതിന് ശേഷം നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, നിങ്ങൾ ഫുൾ മോട്ടിവേറ്റഡായി നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത്രയും കാലം ശീലിച്ചു വന്നത് എന്താ? നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു ശീലം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ വിചാരിക്കും ഞാൻ പഠിക്കും, ഞാൻ ക്ലാസ് കാണും, മനസ്സിലാക്കും, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ ഇത്രയും കാലം ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഫോൺ എടുക്കാൻ തോന്നും, ഇടയ്ക്ക് ഓടി കളിക്കാൻ തോന്നും അല്ലേ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് ക്ലാസ്സിലെ മുതൽ നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ഇരുന്ന് പഠിക്കാനുള്ള എന്ന് വെച്ചാൽ മണിക്കൂറുകളോളം ഇരുന്ന് എൻ്റെ കുഞ്ഞു മക്കളിരുന്ന് പഠിക്കണ്ട, കുറച്ച് നേരം ഇരുന്ന് പഠിച്ചാൽ മതി. കുറച്ച് നേരം നിങ്ങൾ കോൺസെൻട്രേഷനോട് കൂടി പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ശീലമായിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ തന്നെ പറയും പഠിക്കണ്ടേ എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ നല്ല ഉത്സാഹമായിരിക്കും, നല്ല രസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇത്ര ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബേസിക്സ് ഉണ്ടാവണം. ആ ബേസിക്സാണ് നിങ്ങൾ ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇപ്പോഴേ ഉണ്ടാക്കി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഒരു നോളജ്, ആ ഒരു വിവരം, ആ ഒരു ബേസിക്സൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ SSLC എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. അതായത് നമുക്കിപ്പം ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഒരു മാങ്ങ കിട്ടണം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കണം, ഒരു റംബൂട്ടാൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 വർഷം മുമ്പ് തന്നെ അതിൻ്റെ ചെടി നടണ്ടേ അല്ലേ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് ആ ഫ്രൂട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞിട്ട്, ഇനിയിപ്പം 8, 9 കഴിഞ്ഞിട്ടാണ് SSLC. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫുൾ A+ എന്ന് പറയുന്ന ഒരു സ്വപ്നം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള ചെടി ഇപ്പോഴേ നടണം. അതാണ് നമ്മൾ ഈ കുഞ്ഞ് ക്ലാസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ അങ്ങോട്ട് കൂടിച്ചേരാം അല്ലേ. നമ്മളോട് ചിലപ്പോൾ പാരൻസൊക്കെ പറയുന്നുണ്ടാവും, ആ പഠിക്കുന്ന കുട്ടിയുടെ കൂടെ നടന്നോ, അപ്പോൾ അവർ പഠിക്കുന്ന കൂടെ നീയും പഠിച്ചു പൊക്കോളും എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ എക്സാമിനറിൻ്റെ ഉദ്ദേശം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നിങ്ങൾ 8ലായാലും 9ലായാലും +1ലായാലും +2ലായാലും. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ നമ്മുടെ ശക്തി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും ബേസിക്സ് ഏറ്റവും സ്ട്രോങ് ആക്കി അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മൾ പഠിക്കുന്നു,
അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനാണ്ട് തന്നെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്യാനല്ലേ, ക്വസ്റ്റ്യൻസ് ആയിട്ടും എല്ലാം എന്തിലുണ്ട്, നമ്മുടെ ഈ ബുക്ക് സെറ്റിലുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇടയ്ക്കാണെങ്കിൽ നമ്മൾ എക്സാംസ് ഉണ്ടാകും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൻ്റെ, ഇപ്പോൾ നമ്മുടെ ഫുൾ സിലബസ് ക്ലാസ് ഉണ്ടാകും ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ. ആൻഡ് ക്ലാസ് നോട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ ടീച്ചേഴ്സ് എഴുതിയ നോട്ട് നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടുകയാണ്. അതായത് മലയാളം മീഡിയത്തിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യണേ അല്ലേ? താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി ലേറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിയുന്നു പോകും അല്ലേ. ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 3/4 ചാപ്റ്റേഴ്സും കഴിയും അല്ലേ. അപ്പോൾ അതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും ലേറ്റ് ആക്കാതെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.